നീനു, ഈ ഇടയ്ക്ക് ഞാൻ നമ്മളുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽ കണ്ടു. അപ്പോൾ ആ റീലിനകത്ത് കാണിക്കുന്നത് ഒരു രണ്ട് മലയാളികൾ മുണ്ടൊക്കെ ഉടുത്ത് ട്രഡീഷണൽ ഡ്രസ്സ് ഉടുത്ത് റോഡിലൂടെ ഇങ്ങനെ ക്രോസ് ചെയ്യുന്ന ഒരു സാധനമാണ്. UK റോഡിലൂടെ ക്രോസ് ചെയ്യുന്നു. അപ്പം ഇതിൻ്റെ താഴെയുള്ള കമൻസുകൾ കുറേ ആൾക്കാർ വളരെ ഇതായിട്ട് പറയുന്നുണ്ട്. കുറേ ആൾക്കാർ പറയുന്നുണ്ട് ഇത് വളരെ നല്ല കാര്യമാണ്, കൊള്ളാം, കീപ്പ് ഇറ്റ് അപ്പ് എന്ന് പറയുന്നുണ്ട്. അതേസമയം കുറേ ആൾക്കാർ പറയുന്നുണ്ട് എന്തുവാടേ വല്ല നാട്ടിലും വന്നിട്ട് ഇങ്ങനെയൊക്കെയാണോ കാണിക്കുന്നത്, മലയാളികളുടെ മാനം കളയാൻ എന്നൊക്കെ പറയുന്ന ഒരു സംഭവം കണ്ടു. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചത്, സത്യം പറഞ്ഞാൽ ഞാനൊക്കെ ഈ ഓണത്തിൻ്റെയൊക്കെ സമയത്ത് നമുക്ക് ഇവിടുന്ന് ഹോളിൽ പോകണമെങ്കിൽ മുണ്ടൊക്കെ കൊടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ചിലപ്പോൾ അതുപോലെ തന്നെ ഹോളിൽ എത്തിയിട്ട് ചിലപ്പോൾ എന്തെങ്കിലും വെളിയിലോട്ട് എന്തെങ്കിലും സാധനം വാങ്ങിക്കാൻ പോകണമെങ്കിലോ ഒക്കെ മുണ്ടെടുത്തിട്ടാണ് പോകുന്നത്. അപ്പം ഈ ഇങ്ങനെ ഈ മലയാളികൾ നമ്മൾ ട്രഡീഷണൽ ഡ്രസ്സ് ധരിച്ചുകൊണ്ട് UK നടക്കുന്നതിനെ കുറിച്ച് എന്താണ് നീനുവിൻ്റെ അഭിപ്രായം? ഒരുപക്ഷെ ഞാനായിരിക്കും ഏറ്റവും കൂടുതൽ ട്രഡീഷണൽ ഡ്രസ്സ് ഇട്ട് UK നടക്കുന്ന ഒരു മലയാളി. കാരണം ഞാൻ എപ്പോഴും ഷൂട്ടിന് പോകുന്നത് സാരി കൊടുത്തിട്ട് പോകും. ചിലപ്പം പാർക്കിൽ കൂടെ നടന്ന് വേറെ സ്ഥലത്തൊക്കെ പോയിട്ടായിരിക്കും ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. എനിക്കതിലൊരു പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല. ഐ ആം വെരി പ്രൗഡ്. നമ്മുടെ സാരി മുണ്ടൊക്കെ കൊടുത്ത് കാണുന്നത് എനിക്കിഷ്ടമാണ്. എനിക്ക് അങ്ങനെ നടക്കാൻ അങ്ങനെ ഒരു ചമ്മലം മടിയൊന്നും തോന്നിയിട്ടില്ല. ഇപ്പോൾ ഒരു വെള്ളക്കാരൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത്, ഇപ്പോൾ ഒരു വെള്ളക്കാരൻ്റെ അടുത്ത് ചോദിക്കുവാണെങ്കിൽ അയാൾ പറയുന്നത് ഓക്കെയാണ്, തുടക്കമൊക്കെ ഓക്കെ ആയിരിക്കും. പക്ഷേ ഇത് സ്ഥിരമായിട്ട് നമ്മൾ ഇപ്പോൾ ഇവിടുത്തെ ഒരു കൾച്ചറുണ്ട്, ഈ രാജ്യത്തിൻ്റെ ഒരു കൾച്ചറുണ്ട്. അവരിടുന്ന ഒരു പിന്നെ ഇവരുടെ രാജ്യത്തിൻ്റെ കൾച്ചർ അനുസരിച്ച് തണുപ്പത്തെ രാജ്യമാണ്. ആ തണുപ്പിന് അനുയോജ്യമായ ഡ്രസ്സാണ് അവർ ധരിക്കുന്നത്. ഉദാഹരണം പറയാൻ ജീൻസ് ആയിരിക്കാം, ഉടുപ്പ്, അതിൻ്റെ മേളിൽ കോട്ട് ഒക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത് ഇങ്ങനെ ഓടായിട്ട് ആൾക്കാരെ കാണുമ്പോൾ ഈ രാജ്യത്തുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും തോന്നുമെന്നൊക്കെ തോന്നിയിട്ടില്ലേ? അവർ ചിലപ്പം ഒന്ന് രണ്ട് വട്ടമൊക്കെ തിരിഞ്ഞൊക്കെ നോക്കും. പക്ഷെ അവരൊരു ഇഷ്ടത്തോടു കൂടിയിട്ടുള്ള നോട്ടമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതോ ഇനി വേറെ ഇവർക്കൊക്കെ ഈ രാജ്യത്ത് വരുമ്പോൾ ഈ രാജ്യത്തിൻ്റെ കൾച്ചർ അഡാപ്റ്റ് ചെയ്തുകൂടെ അങ്ങനത്തെ രീതിയിലാണ് നോക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം നമ്മളിപ്പോൾ മറ്റേ സ്കോട്ടിഷ് മറ്റേ അവരുടെ ആ ഒരു സ്കേർട്ട് പോലത്തെ സംഭവം നമ്മളൊന്നും കൂടെ നോക്കുമല്ലോ. കാരണം നമുക്കത് അധികം പരിചിതമായിട്ടുള്ളൊരു സംഭവമല്ല. അപ്പോൾ അതുപോലെ അവരൊന്ന് തിരിഞ്ഞു നോക്കും. പിന്നെ അവർ ഞാൻ സത്യം പറഞ്ഞ ഒരു കൺഫ്യൂസ് സ്റ്റേറ്റിലാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ട്രഡീഷണൽ ഡ്രസ്സ് ഇടുന്നതിൽ തെറ്റുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ അടുത്ത് ഞാനിങ്ങനെ ഇതിനെക്കുറിച്ച് നമ്മളുടെ ഫ്രണ്ടുമായിട്ട് ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, ഇപ്പോൾ ട്രഡീഷണൽ ഡ്രസ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ശരിയാണ്, നമ്മുടെ കൾച്ചറിന് ചേരുന്ന ഡ്രസ്സാണ് നമ്മൾ ആ രാജ്യത്ത് അനുകരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പുതിയൊരു രാജ്യമാണ്. ഈ രാജ്യത്ത് വരുമ്പോൾ നമ്മളുടെ ട്രഡീഷണൽ ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടക്കുന്നത് കുറച്ച് ഓടല്ലേ എന്നുള്ളൊരു ഫീലിംഗ് ഉള്ള ആളാണ് ഞാൻ. ബട്ട് അറ്റ് ദ സെയിം ടൈം ഞാൻ പിന്നീട് ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി ഈ രാജ്യം എല്ലാം വെൽക്കം ചെയ്യുന്ന ഒരു രാജ്യവും കൂടെയാണ്. അതോടൊപ്പം തന്നെ ഈ രാജ്യത്ത് പല കൾച്ചേഴ്സുണ്ട്. അപ്പോൾ ഈ ഇപ്പോൾ ആഫ്രിക്കൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർ തന്നെ അവരുടെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകുന്നതാണ്. ഇപ്പം പള്ളിയിൽ പോകുന്ന മുസ്ലിങ്ങൾ, ഇപ്പം പാകിസ്ഥാനികൾ അവരുടെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു കൺഫ്യൂസ് സ്റ്റേറ്റിലാണ്. ഇതിലേതാണ് ശരി, ഏതാണ് തെറ്റ് എന്നൊന്നും എനിക്ക് കൃത്യമായിട്ടുള്ള ഒരു അഭിപ്രായമില്ല. നീനുവിനുണ്ട്. അപ്പോൾ എന്തായാലും അത് ബാക്കി പ്രേക്ഷകൻ തന്നെ ഡിസൈഡ് ചെയ്യട്ടെ എന്ന് നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ അതോടൊപ്പം തന്നെ എനിക്ക് തോന്നിയ മറ്റൊരു കാര്യമാണ്, നമ്മൾ ഈ രാജ്യത്ത് വന്നു കഴിയുമ്പോൾ പല ആൾക്കാർക്കും ഈ രാജ്യത്തിൻ്റെ സ്ഥിതി കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാരോട്, ഇവിടുത്തെ പിന്നെ എന്താണ് ജനറിക് പോപ്പുലേഷനോട് അല്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാരോട് ഒരു പുച്ഛം പോലെയൊക്കെ തോന്നിയിട്ടുണ്ട് അല്ലേ? നീനുവിന് അങ്ങനെ തോന്നിയിട്ടുണ്ട് എന്ന് എന്നോട് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്. അപ്പൊ അതെന്താണ്, അങ്ങനെ ഒരു തോന്നലുണ്ടോ? അല്ല, അത് എനിക്ക് തോന്നിയിട്ടുണ്ടെന്നല്ല, മറ്റേ നമ്മുടെ മലയാളികൾക്ക് ബ്രിട്ടീഷുകാരോടൊരു പുച്ഛഭാവം ചെറുതായിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ചില സമയത്ത് ജോലിയിലൊക്കെ ആണെങ്കിൽ മലയാളികൾ നമ്മുടെ ഭാഷയിൽ അവരെ കളിയാക്കുക, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളുണ്ട്. അപ്പം ഇപ്പം നേരത്തെ ഡ്രസ്സിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഇപ്പം അത് അവർ തിരിഞ്ഞ് നോക്കുന്നുണ്ട്, അവരത് വെൽക്കമിങ് ആണ് നമ്മളെ. എനിക്ക് തോന്നുന്നു അതേ ഒരു പ്രവണത നമ്മൾ അവരോടും തിരിച്ച് കാണിക്കണ്ട. അവരൊരു ഷോർട്ട് ഡ്രസ് ഇട്ട് പോകുമ്പോൾ നമുക്ക് ചില സമയത്തൊക്കെ മലയാളികൾ അതൊരു കളിയാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ മോശം എന്ന രീതിയിൽ പറയുന്നത് ഞാൻ എല്ലാവരും എന്നല്ല, കുറച്ച് പേരെങ്കിലും അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു രാജ്യത്ത് ജീവിക്കുമ്പം ആ രാജ്യത്തിൻ്റെ ഒരു കൾച്ചർ അല്ലെങ്കിൽ അവരുടെ ഇത് ബഹുമാനിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അങ്ങനെ തോന്നുവാണെന്നുണ്ടെങ്കിൽ ഈ ട്രഡീഷണൽ ഡ്രസ്സും അതിന്റെ ഒരു ഭാഗമായിട്ട് വരത്തില്ലേ? അത് വരും, പക്ഷെ നമ്മുടെ രാജ്യത്തിന്റെ ഇതാണല്ലോ നമ്മൾ ഇത് ചെയ്യേണ്ടത്. ആണ്, പക്ഷെ എങ്കിലും നേരത്തെ പറഞ്ഞ അനുസരിച്ച് വെച്ച് നോക്കുമ്പോൾ സത്യം പറഞ്ഞ ഈ രാജ്യത്തിന്റെ ഒരു റെസ്പെക്ട് ചെയ്യുന്ന ഒരു സംഭവമല്ലേ ഇവരിടുന്ന ഡ്രസ്സ് നമ്മൾ ഫോളോ ചെയ്യുക എന്നുള്ളത്. നമ്മളിപ്പം എല്ലാ ദിവസവും ജോലിക്ക് പോകുമ്പോൾ നമ്മളിപ്പോൾ സാരി മുണ്ട് കൊടുത്തിട്ട് പോകുന്നില്ല. നമ്മളിപ്പം ഞാനിപ്പോൾ ചിലപ്പോൾ ഷൂട്ടിന് പോകുമ്പോൾ ഞാൻ സാരി കൊടുത്താണ്, എനിക്ക് വഴിക്ക് വെച്ച് എനിക്കൊരു കോഫി കുടിക്കണമെങ്കിൽ ഞാൻ ഇറങ്ങി ഞാൻ സാരിയിൽ പോയിട്ട് ഞാനത് മേടിച്ചിട്ട് വരും. അല്ലാണ്ട് ഞാനിപ്പോൾ ചുമ്മാ ഒരു ദിവസം എൻ്റെ വീട്ടിൽ നിന്ന് ഗ്രോസറി ഷോപ്പിന് പോകുമ്പോൾ ഞാൻ സാരി ഇട്ടിട്ട് പോകും. അപ്പോൾ സീരിയസ്ലി പറഞ്ഞാൽ എല്ലാ ദിവസവും നമ്മൾ ട്രഡീഷണൽ ഡ്രസ്സ് ഇട്ട് നടക്കുന്നത് ശരിയായുള്ള ഒരു പ്രവണതയല്ല അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ഇപ്പം എനിക്ക് വളരെ അടുത്തറിയുന്ന ഒരാൾ പറഞ്ഞാണ്, നാട്ടിൽ നിന്ന് വന്ന കുറച്ച് പിള്ളേർ മോളെ ഇതുപോലെ കാവി മുണ്ടൊക്കെ എടുത്ത് ടെസ്കോയിൽ വന്ന് സാധനം മേടിക്കുന്നത് എന്ത് മോശമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചാൽ അത് മോശമാണോ? ചിലപ്പോൾ അവർ വീട്ടിൽ നിന്നൊരു ഡ്രസ്സായിരിക്കും, അതിൽ അവർ വന്ന് എന്തെങ്കിലും പാലോ ഇത് മേടിച്ചിട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ അത് നീറ്റായിട്ടുള്ള ഡ്രസ്സിങ് ആയിരുന്നിടത്തോളം എനിക്ക് തോന്നുന്നത് അതൊരു പ്രശ്നമല്ല. നിങ്ങൾക്കിപ്പോൾ മുണ്ടെടുത്തിട്ട് പോയി ടെസ്കോയിൽ പോയി പാല് വാങ്ങുന്നതാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും മുണ്ടെടുത്ത് പോയി. പുച്ഛം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിന്നെ നമുക്ക് ഇല്ലാത്ത അല്ലേ പല കാര്യങ്ങളും മറ്റുള്ളവരെ കാണിക്കുമ്പോൾ ഇവർ ഒരു കാര്യം ഞാൻ തന്നെ എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. ഇവിടെ ആദ്യം വരുന്ന കാലഘട്ടത്തിൽ ഞാൻ ആലോചിച്ചിട്ടുണ്ട്,
പക്ഷേ ഈ ഇവർക്കൊരു ഇന്റർ കണക്ഷൻ ഇല്ലാത്തവർ, ഒരു സാമൂഹ്യ ബന്ധം ഇല്ലാത്തവർ, അല്ലെങ്കിൽ ഇവരുടെ കുട്ടികൾ വളരുന്നത് ഭയങ്കര ഫ്രീഡം ആയിട്ടൊക്കെ വളരുന്നു. ഇതൊക്കെ ഒരു തെറ്റായ സംഗതിയല്ലേ എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. കാരണം കുട്ടികളെ കച്ചവടത്തോടെ വളർത്തണം, അല്ലെങ്കിൽ അത് എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകുന്നത് എനിക്ക് തോന്നുന്നത് നാട്ടിൽ വളർന്നതിൻ്റെ, നമ്മൾ വളർന്നതിന്. ഇപ്പം ഞാൻ തന്നെ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, എന്നെ എന്ന് പറയുന്ന ഒരു വ്യക്തിനെ ഒരു സ്ഥലത്തേക്ക് പ്ലേസ് ചെയ്യാണ്. ഞാൻ നാട്ടിൽ വളർന്നുകൊണ്ട്, എൻ്റെ വീട്ടിൽ വളർന്നുകൊണ്ട്, എൻ്റെ സാഹചര്യത്തിൽ വളർന്നുകൊണ്ടാണ് എൻ്റെ വാല്യൂസ് ആൻഡ് ബിലീഫ്സ് എല്ലാം ഇതുപോലെ ഇരിക്കുന്നത്. അതേസമയം ഞാൻ ചിലപ്പോൾ UK വളരുന്നതെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഈ വാല്യൂസ്, ബിലീഫ്സ് ഇതെല്ലാം കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് അല്ലേ? എനിക്കിപ്പം ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എനിക്കൊരു മലയാളി ഫാമിലിനെ അറിയാം. അപ്പോൾ അവരിതുപോലെ പറയും, ഇവിടെയുള്ളവരുടെ കുട്ടികളെ കണ്ടിട്ടാണ് നമ്മുടെ കുട്ടികൾ പഠിക്കുന്നത്, അതുകൊണ്ട് അവനൊരു 10-17 വയസ്സായപ്പോൾ ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വിട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര അതിശയമായി പോയി. 17 വയസ്സിൽ ഇവിടെ ജനിച്ചു വന്നൊരു കുട്ടി എങ്ങനെയാണ് തിരിച്ച് നാട്ടിൽ പോയിട്ട്, അല്ലല്ല ഈ ഒരു പ്രായത്തിൽ ഇനി നിർത്തിക്കഴിഞ്ഞാൽ ശരിയാവില്ല അങ്ങനെ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങളോട് മൈഗ്രേറ്റ് ചെയ്ത് തിരിച്ച് നാട്ടിൽ പോയി നിൽക്കണം. അതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾ അല്ലെങ്കിൽ കുട്ടികൾ വഴിതെറ്റും എന്ന് വിചാരിച്ച് കുട്ടികളെ തിരിച്ച് നാട്ടിലേക്ക് വിടുക. എല്ലാവരും വളരെ കുറച്ച്, ഞാൻ 1-2 പേരെ അങ്ങനെ കേട്ടിട്ടുള്ളൂ, കുറച്ച് ഇതായിട്ടുള്ള ഫാമിലിയിൽ നിന്ന് വന്നിട്ടുള്ളവർ. അപ്പം നമുക്ക് ഇഷ്ടമല്ല, ഇവിടുത്തെ വെള്ളക്കാരുടെ ജീവിത രീതി ഇഷ്ടമല്ല, അവർ കുട്ടികളെ വളർത്തുന്ന രീതി നമുക്ക് ഇഷ്ടമല്ല. പക്ഷെ നമ്മൾ ഈ രാജ്യത്ത് നിന്നാണ് ജോലി ചെയ്യുന്നത്, അവരുടെ പണം കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. തീർച്ചയായിട്ടും. ഞാൻ പണ്ടൊരു കമന്റ് ഇട്ട, ഞാൻ പണ്ടൊരു ഇതുപോലൊരു വീഡിയോയിൽ ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞാനിങ്ങനെ ഒരു ഇതിട്ടിരുന്നു. അതായത് നമ്മൾ ഏത് രാജ്യത്താണോ വളരുന്നത് ആ രാജ്യത്തിന്റെ കൾച്ചർ അനുസരിച്ച് വേണം നമ്മുടെ കുട്ടികളെ വളർത്താനെന്ന്. അതിന് തന്നെ ഒത്തിരി പേര് ശക്തമായിട്ട് കമന്റ് ഇട്ടു. കാരണം അത് നീ പറയുന്നത് തെറ്റാണ്, നമ്മള് കുട്ടികളൊക്കെ ഇവിടെ കൊണ്ടുവരും, നമ്മുടെ ഇന്ത്യൻ കൾച്ചറിൽ വേണം അവരെ വളർത്താൻ, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ അതോടൊപ്പം തന്നെ കുറച്ച് ആൾക്കാർ അതിനെ അനുകൂലിച്ചും ഇതിട്ടിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് അത് ഓരോ ഇൻഡിവിജ്വലിന്റെ ഇതാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഒരു രാജ്യത്ത് നമ്മൾ വരുമ്പോൾ തീർച്ചയായിട്ടും ആ രാജ്യത്തിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കുക, അവിടെയുള്ള റെസ്പെക്ടിന്റെ ഭാഗമാണ് നമ്മൾ നേരത്തെ പറഞ്ഞുള്ള ഈ പുച്ഛഭാവം കുറയ്ക്കുക എന്ന് പറയുന്നത്. ഇതേ പോയിന്റ് ഓഫ് വ്യൂ മലയാളികൾക്ക് അവർക്കും ചിന്തിക്കാല്ലേ, വെള്ളക്കാർക്കും അല്ലെ സായിപ്പന്മാർക്കും അല്ലെ ഇവിടെ ഇംഗ്ലീഷുകാർക്കും ചിന്തിക്കാം, ഇത് ഇവനൊക്കെ കാണിക്കുന്നത് എന്താണ് എന്നവർ പുച്ഛിക്കാം. ഈ രാജ്യത്ത് പുച്ഛം കുറവായിട്ടും തോന്നിയിട്ടുണ്ടല്ലേ? ഇവർക്ക് നമ്മളോടൊക്കെ വളരെ പുച്ഛം കുറവാണ്, അല്ലെങ്കിൽ അവർ വളരെ വെൽക്കമിങ് ആണ്. എനിക്ക് തോന്നുന്നു നമ്മളാണ് കുറച്ചും കൂടെ അവരെ ഒരു വെൽക്കമിങ് അല്ലാതെ നിൽക്കുന്നത്. ഇപ്പൊ നമ്മൾ തന്നെ എത്ര പേര് നമ്മുടെ കൊളീഗ്സിന് വീട്ടിൽ വിളിച്ച് ഡിന്നർ കൊടുക്കും. കൂടുതൽ നമ്മളൊരു വീക്കെൻഡ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സിന്, നമ്മുടെ മലയാളികൾ തന്നെയല്ലേ നമ്മൾ കൂടുതൽ വിളിക്കുക. അതെ 100%. പക്ഷെ അതിനകത്ത് ഒരു പ്രശ്നമുണ്ട്. എന്ന് വെച്ചാൽ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ മലയാളികളെ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ക്ലോസ് കമ്മ്യൂണിറ്റിയാണ്. അപ്പൊ ചില നല്ല സൈഡ് എനിക്ക് തോന്നുന്നു നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അപ്പൊ ശരിയാണ്, ഇവരുടെ ഈ ഒരു ഇത് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ നല്ല സൈഡും ഉണ്ട്. ഇപ്പൊ നമ്മളെപ്പോലൊരു ക്ലോസ് കമ്മ്യൂണിറ്റി ഇവർക്കില്ല ആയിട്ടായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം പലപ്പോഴും ഒരു വയസ്സാം കാലത്തൊക്കെ ഏറ്റവും കൂടുതൽ ഇവരുടെ ലാസ്റ്റ് 10 വർഷം അല്ലെങ്കിൽ ലാസ്റ്റ് ഡെക്കേഡൊക്കെ ഇവർ ഏറ്റവും കൂടുതൽ സഫർ ചെയ്തിട്ട് മരിക്കുന്നവർക്ക് ഇഷ്ടംപോലെ ലോൺലിനെസ്സും ഒരു ജീവിതം ഇല്ലായ്മയൊക്കെ ആയിട്ട്. പക്ഷെ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റി അങ്ങനെ വെച്ച് നോക്കുമ്പോൾ കുറെ കൂടെ ഫോർച്ചുനേറ്റ് ആണ്. അല്ലെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി, അല്ലെ പാകിസ്ഥാൻ കമ്മ്യൂണിറ്റി, ഏത് ഏഷ്യൻ കമ്മ്യൂണിറ്റിയാണ് കുറച്ചുകൂടെ ഫോർച്ചുനേറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അല്ലേ? അതെ, അത് പക്ഷെ നമ്മള് ഇപ്പം പറഞ്ഞു വരുന്നത്, ഇപ്പൊ അവസാനത്തെ ഒരു 10 വർഷം നമ്മൾ നമ്മുടെ പാരന്റ്സിനെ ലുക്ക് ആഫ്റ്റർ ചെയ്യുമോ, അങ്ങനെ ഒരു പ്രവണത. ഇപ്പൊ മലയാളികൾ പറയും കുട്ടികൾ വയസ്സാകുമ്പോൾ പാരന്റ്സിനെ നോക്കണം. പക്ഷെ ഈ രാജ്യത്ത് എത്ര കുട്ടികൾ പ്രായമാവുമ്പം അവരെ മാതാപിതാക്കൾ വീട്ടിൽ നിന്ന് നോക്കും എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഒരുപാട് നാട്ടിലെന്ന് പറയില്ല, പക്ഷെ ഇന്ത്യൻ പഞ്ചാബി അങ്ങനെ ആളുകളൊക്കെ കെയർ ഹോമിൽ ഒത്തിരി പേരുണ്ട്, കെയർ ഹോമിൽ കൊണ്ടാക്കുന്നത്. അപ്പം ലാസ്റ്റ് എൻഡ് ഓഫ് ദി ഡേ വെള്ളക്കാരുടെ കുട്ടികൾ ചെയ്യുന്നതും സെയിം കാര്യമാണ്. നമ്മുടെ കുട്ടികളും, എനിക്കറിയില്ല എല്ലാവരുടെ മക്കളും അങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയില്ല. അതിൽ എനിക്ക് അതും അഗെയിൻ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. കാരണം എന്ന് വെച്ചാൽ ഈ രാജ്യത്താണ് നിങ്ങൾ വന്നത്, ഈ രാജ്യത്ത് നിങ്ങൾ ടാക്സ് അടയ്ക്കുകയാണ്, ഈ രാജ്യത്തിന് വേണ്ടി അല്ലെ നാഷണൽ ഇൻഷുറൻസും അതും ഇതും ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ഈ രാജ്യത്ത് ജീവിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എന്തുകൊണ്ട് ഈ സ്റ്റേറ്റ് ആണ് നമ്മൾ ലുക്ക് ആഫ്റ്റർ ചെയ്യുന്നത് ഈ പല കാര്യങ്ങളും. അപ്പോൾ അസുഖത്തിനും നമ്മളെ സ്റ്റേറ്റ് ആണ് അല്ലേ ഇത് ചെയ്യണം, നമ്മുടെ വയസ്സാം കാലത്ത് സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യണം. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ സ്റ്റേറ്റ് കുറച്ച് റെസ്പോൺസിബിൾ ആണ് നമ്മുടെ കാര്യത്തിൽ. അപ്പം എഗെയിൻ ഇവിടെ ചിലപ്പം അടുത്ത ജനറേഷൻ ആയിരിക്കും, നേരത്തെ പറഞ്ഞ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ചിലപ്പോൾ അടുത്ത ജനറേഷനൊക്കെ അല്ല അതിന്റെ അടുത്ത ജനറേഷനൊക്കെ വരിക. സത്യം പറഞ്ഞാൽ എന്താ പറയാ, പിന്നെ ചിലപ്പം ഇനിയുള്ള കാലഘട്ടങ്ങളിൽ അവരെന്ന് പറഞ്ഞാൽ ഓൾറെഡി ചില ബ്രിട്ടീഷ് വൽക്കരിച്ചവരായിരിക്കും. അവരുടെ കാഴ്ചപ്പാടിൽ ചിലപ്പോൾ ഇന്ത്യൻ ഈ കെയറിംഗ് ഇങ്ങനെയുള്ള ഇതൊന്നും കാണില്ല. അതിൽ നമുക്കൊന്നും പറയാൻ പറ്റൂല അല്ലേ? ഇല്ല, കാരണം നമ്മളുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാരന്റ്സിനെ വയസ്സാകുമ്പോൾ നമ്മൾ നോക്കണം, നമ്മൾ തന്നെ നോക്കണം. അതിപ്പം ചിലപ്പോഴൊക്കെ നാട്ടിൽ ഹോം നേഴ്സിനെ വെച്ചാൽ പോലും കുറ്റം പറയുന്നവരെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ ആണെങ്കിൽ അവർ കെയർ ഹോമിൽ കൊണ്ടുവിടും, അവർ മാസത്തിൽ വീക്കിലി വന്ന് കാണും, സ്വീറ്റ്സ് കൊടുക്കും, ഫ്ലവേഴ്സ് കൊടുക്കും, തിരിച്ചു വരും. ഇപ്പോൾ ഈ മലയാളികൾ പ്രായമാവുന്ന സമയത്ത് അവരുടെ മക്കൾ അവരെ ഇവിടെ നിന്ന് നോക്കുമോ, അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നമുക്ക് അറിഞ്ഞൂടാ, ചിലപ്പോൾ നോക്കുന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം. അല്ലെങ്കിൽ എൻഡ് ഓഫ് ദി ഡേ ഞാൻ ഉൾപ്പെടെ പലരും കെയർ ഹോമിലായിരിക്കും ഉണ്ടാവുന്നത്. പ്രതീക്ഷയെ നമുക്ക് പാടില്ല, ഇല്ല. പക്ഷെ നമ്മുടെ ആളുകൾ എപ്പോഴും മക്കളെ റേസ് ചെയ്യുന്നത് വയസ്സാകുമ്പോൾ നമ്മൾ നോക്കാൻ ആരെങ്കിലും വേണ്ടേ എന്ന് ഉള്ളൊരു കണക്കുകളാണ്. അല്ലേ, ഞാൻ ഈ കൊച്ചിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു. ഇപ്പൊ നമ്മുടെയൊക്കെ എന്റെ പേരൻസിന്റെ അടുത്ത് ചോദിച്ചാൽ അവർ പറയുന്ന കണക്കുകളാണ്. കാരണം അവരെ കുറ്റമല്ല, കാരണം ആ ജനറേഷനിൽ അവർ കുട്ടികളെ അങ്ങനെയാണ് വളർത്തുന്നത്. അപ്പൊ ഇന്നത്തെ ആ ഒരു സമൂഹം തീർച്ചയായിട്ടും അത് മാറി, അത് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ആൾക്കാർക്ക് വന്നു കഴിഞ്ഞാൽ
ഓക്കെയാണ്. തീരാവുന്ന പ്രശ്നമുള്ളൂ. എൻ്റെ വളരെ ഒരു അടുത്തൊരു സുഹൃത്ത് പറഞ്ഞൊരു കാര്യമാണ്, അവർക്ക് കുറേ വർഷങ്ങളായിട്ട് കുട്ടികളില്ല, അപ്പോൾ അവരൊരു പട്ടീനെ മേടിച്ച് വളർത്തുകയാണ്. അപ്പം അതായത് ഇപ്പോൾ ഒന്നാമത്തെ കാര്യം കുട്ടികളില്ല എന്നുള്ള ചോദ്യങ്ങൾ. പിന്നെ അപ്പോൾ ആരോ ചോദിച്ചു നിങ്ങൾക്ക് കുട്ടിയൊന്നും ഇല്ലേന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, തമാശക്ക് പറഞ്ഞാണ്, ഞാൻ ഒരു പട്ടീനെ മേടിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അടുത്താക്കി ഒരു ചോദിച്ചു, രണ്ട് ടീ വന്നല്ലോ. അപ്പോൾ അവർ ചോദിച്ചാണ്, പട്ടി നിങ്ങൾ വയസ്സാകുമ്പോൾ നോക്കുമോ? അപ്പോൾ ഇവർ ചോദിക്കുകയാണ്, അപ്പോൾ നിങ്ങൾ കുട്ടീനെ വളർത്തുന്നത് നിങ്ങൾ വയസ്സാകുമ്പോൾ നോക്കാനാണോ നിങ്ങളൊരു കുട്ടീനെ വളർത്തുന്നത്? സത്യം. കാരണം ചോദ്യങ്ങളാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ വരിക അല്ലേ. എല്ലാത്തിനും ഓരോ ചോദ്യങ്ങളുണ്ടാവും. ഇത് നിങ്ങൾ ഇങ്ങനെ, ഞാൻ തന്നെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ആളാണ്. എൻ്റെ അടുത്ത് തന്നെ പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട്, നീ ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിച്ചാൽ എങ്ങനെയാണ് സമൂഹത്തെ പോലെ ജീവിക്കണ്ടേ? ഇപ്പം നീನು തന്നെ പറഞ്ഞിട്ടുണ്ട്, നീನು കുറച്ച് പിന്നെ ആക്റ്റീവായിട്ടുള്ള ആളാണ് അല്ലേ, പല ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പല കാര്യങ്ങളും ചെയ്യും, കലാപരമായിട്ടുള്ള കാര്യങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരാളുടെ അടുത്തും പല ചോദ്യങ്ങളും വരും, നിനക്ക് ഈ സമയത്ത് കൊച്ചുങ്ങളെയൊക്കെ നോക്കി വീട്ടിൽ ഇരുന്നൂടെ എന്ന് പറയുന്ന ചോദ്യങ്ങളുടെ ഒരു കൂമ്പാരമാണ് മലയാളികളുടെ മുമ്പിൽ. അതായത് നമ്മൾ ഔട്ട് ഓഫ് ദി ബോക്സ്, എല്ലാവരും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ എല്ലാവരും യൂഷ്വൽ ഒരു പാറ്റേണിലുള്ള ഒരു അല്ലാത്ത രീതിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു ചോദ്യചിഹ്നം വരും, വായി എന്തുകൊണ്ട്, പക്ഷെ എന്തിനാ ഇതുകൊണ്ട് എന്ത് ഗുണം? എക്സാക്ട്ലി. അപ്പം എന്തായാലും നമ്മൾ ഇത് സംസാരിച്ചു തുടങ്ങി കഴിഞ്ഞാൽ നിർത്തി കഴിഞ്ഞാൽ ഇവിടെ ഒന്നും തീരൂല. അപ്പോൾ വീണ്ടും ഒരു കോൺവെർസേഷനിലേക്ക് വരുമ്പോഴേക്കും എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അതോടൊപ്പം തന്നെ ടൈപ്പിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഫോളോ ചെയ്യുക. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാന കാര്യം, നിങ്ങളുടെ അഭിപ്രായം. ഞങ്ങൾ ഈ പറഞ്ഞ എല്ലാം കോമൺ ടോപ്പിക്കുകളാണ്, നിങ്ങൾക്കും അതിൻ്റെ സ്വന്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും. തീർച്ചയായിട്ടും അതൊക്കെ കമൻറ്റ് ചെയ്യുക അല്ലേ നീനു. നമ്മുടെ ടൈപ്പിലേക്ക് വന്ന നീനുവിനും ഒത്തിരി 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 താങ്ക് യു.